നാളെ അള്ളാന്റെ കോടതിയിൽ അലി റളിയല്ലാഹു അൻഹു എന്ന യുവാവ് വരും. കർബലായുടെ രണഭൂമിയിൽ, കർബലായുടെ ഭൂമിയിൽ, ഈ ആശൂറാന്റെ നാളിൽ കൊല ചെയ്യപ്പെട്ട യുവാക്കളുടെ നേതാവായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വരും. പ്രിയമുള്ളവരെ, ഹുസൈൻ തങ്ങളെ ഓർമ്മിക്കുന്ന രാത്രിയാണിത്. അഹ്ലു ബൈത്തിന്റെ ജീവാർപ്പണങ്ങളെ അറിയുന്ന രാത്രിയാണിത്. നാളെ അള്ളാന്റെ കോടതിയിൽ അലിയാര് തങ്ങൾ വരും, ഹുസൈനാര് തങ്ങൾ വരും. ആ സമയത്ത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ യുവത്വം വിനിയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ഹബീബായ തങ്ങളുടെ ജീവന് പകരം ജീവൻ കൊടുക്കാൻ മുത്തുനബി തങ്ങളുടെ വിരിപ്പിൽ കിടന്നു എന്ന ഒരു കാര്യം മാത്രം പോരെ അലി റളിയല്ലാഹു അൻഹുവിന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ? വേറെ ഒന്നും വേണ്ടല്ലോ മോനെ, എനിക്കും നിനക്കും അള്ളാന്റെ മാർഗത്തിൽ എന്താണ് വിനിയോഗിച്ചത് പറയാനുള്ളത്? ഹുസൈൻ തങ്ങളുടെ രക്തം അപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം എന്താ? മുത്തുനബി തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് കരയാൻ തുടങ്ങി. ഉമ്മഹാനി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അല്ലയോ ഉമ്മഹാനി എന്നവരെ, അവരെന്റെ പൊന്നുമോനെ കൊന്നുകളയും. ഫീ അർദിൽ കർബി വൽ ബലാ, വിപത്തിന്റെയും നൊമ്പരത്തിന്റെയും മണ്ണാകുന്ന കർബലയുടെ മണ്ണിൽ വെച്ച് എന്റെ ഓമന മോനെ അവര് കൊന്നുകളയും. കൂഫയുടെ മണ്ണിൽ എന്റെ പൊന്നുമോന്റെ രക്തം വീഴുന്ന മണലാണിതെന്ന് കയ്യിലെടുത്തുകൊണ്ട് കാലത്തിന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും അഹങ്കാരം എന്നെവിടെയാണ്? ദൂരത്തിന്റെ ആഡംബരത്തിന്റെ ജാടയുടെ ഏത് ലോകത്താണ് നമ്മൾ നകളിച്ച് ജീവിക്കുന്നത്? ഹബീബിന്റെ കാൽപാദത്തിന്റെ ആ നൊമ്പരമറിയുമോ മോനെ? ആ നൊമ്പരമാണ് ഈ മുഹറം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഹബീബായ ഓമന പ്രവാചകരുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് കർബലായുടെ മണ്ണിൽ കബന്ധം മുറിക്കപ്പെട്ട് ശരീരം വേറെയാക്കിയിട്ട് ശിരസ് വേറെയാക്കി കൊല ചെയ്യപ്പെട്ടത് ഇതുപോലെ ഒരു ആശൂറാന്റെ നാളിലാണ്. ആ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത് നീതിക്ക് വേണ്ടിയാണ് മോനെ, ന്യായത്തിന് വേണ്ടിയാണ് മോനെ, അക്രമത്തിന് കൂട്ടുനിൽക്കാത്തതിന് വേണ്ടിയാണ് മോനെ, നന്മയുടെ നാളുകൾക്ക് വേണ്ടിയാണ് മോനെ. ഓർക്കാൻ നേരമുണ്ടോ? ആ നേതാക്കളുടെ വഴിയിൽ വരാൻ സമയമുണ്ടോ? എല്ലാ അർത്ഥത്തിലും ജീവാർപ്പണം നടത്തിയ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി തങ്ങളുടെ പൊന്നോമന പൗത്രനായ ഹുസൈൻ തങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ, പ്രിയമുള്ളവരെ, വളരെ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണിത്. ആശൂറാന്റെ രാത്രിയാണിത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് ചേരേണ്ട രാവാണിത്. നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് ചേരാനുള്ള രാത്രിയാണിത്. അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലേണ്ട രാത്രിയാണ്. തസ്ബീഹ് ചൊല്ലേണ്ട രാത്രിയാണ്. ആ രാത്രിയിൽ ഒന്നോർക്കാനുള്ളതറിയുമോ? അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ് അവര് മുറിച്ചു മാറ്റി. യസീദിന്റെ പട്ടാളം അതാ അക്രമം കൊടി കുത്തി വാഴും യസീദിന്റെ പട്ടാളം കൈമലർത്തി കാട്ടിയേ. ദിജിലയിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നൽകിയില്ല. യൂഫ്രട്ടീസിൽ നിന്നൊരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ
അതാ അഹ്ലുബൈത്തിലെ എത്രയാളെയാണ് അരുംകൊല നടത്തിയത്. എന്നാൽ അന്ന് അഹ്ലുബൈത്തിലെ ഉമ്മമാരിൽ ചിലർ ഓമന ആൺമക്കളെ ആന്തരിക മുഴുവനും കൊന്നൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ അവരെ പരാജയപ്പെടുത്താൻ അഹ്ലുബൈത്തിലെ ആൺമക്കളിൽ ഓമന മക്കളെ അതാ അടിയിൽ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ അതിന്റെ മേലെ കവർ ചെയ്തുകൊണ്ട് കിടന്നിട്ടുണ്ട്. ഉമ്മമാരാ ഓമന മക്കളെ രക്ഷിക്കാൻ വേണ്ടി, അഹ്ലുബൈത്തിന്റെ പരമ്പരകൾ ബാക്കിയാകാൻ വേണ്ടി അന്നുള്ള മഹദികൾ ചെയ്ത അധ്വാനമാണ്. ഇരിക്കട്ടെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്സവർ അറുത്തുമാറ്റി കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ടവര് പ്രകടനം നടത്തുകയാണ്. റഷ്ഫത്തുസ് സ്വാദി ഫീ ബഹരി ഫളായിലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ വായിക്കാമേ. അങ്ങനെ അവര് പ്രകടനം നടത്തുമ്പോൾ വൈകുന്നേരം ഒരു സ്ഥലത്തെത്തി. അപ്പോൾ നസ്രാണികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല, ഇതാരുടെ ശിരസാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്? റഅസുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെയാണ്. ഹോ, എന്ത് പണിയാടോ നിങ്ങൾ ചെയ്യുന്നത്? ലൗകാന ലഈസാ, ഈസാ നബിക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിനാ, ഞങ്ങൾ ചുമലിലേറ്റി നടന്നേനെ. നിങ്ങൾ എത്ര ക്രൂരന്മാരാണെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അടക്കം ചെയ്ത ഈ പേടകം, ഈ പെട്ടി ഇന്നു രാത്രിയിൽ എന്റെ വീട്ടിൽ വെക്കുമോ? രാത്രി രാവിലെ പോകുമ്പോൾ നിങ്ങൾക്ക് നൽകാം. അതിന് ഞാൻ 1000 ദീനാർ ഇനാമും തരാം. ആകാമെന്ന് പറഞ്ഞു. മഹാനവറുകളുടെ ശിരസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചു. രാത്രിയായപ്പോൾ ആ ശിരസ്സെടുത്ത് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് വാർന്ന് റെഡിയാക്കുകയാണ്, സുഗന്ധം പൂശുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ അംലികു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ശിരസ് നോക്കി ഖേദം പറയുകയാണ്. കൂട്ടുകാരെ, നീണ്ട കാര്യം ഞാൻ ചുരുക്കി പറയുകയാണ്. അതിനിടയിലങ്ങ് മയങ്ങിപ്പോയി. ഈ നസാറാക്കളിൽപ്പെട്ട മനുഷ്യനങ്ങ് മയങ്ങിയപ്പോൾ അതാ വരുന്നു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ, നിങ്ങൾ എന്റെ മകനോട് സ്നേഹം കാണിച്ച കാരണത്താൽ എനിക്ക് നിങ്ങളെ ഞാൻ കൈപിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുകയാണ്. വെളുക്കാനായപ്പോഴേക്ക് പേടകം ഏൽപ്പിച്ചവര് വന്നു. ആ തിരുശിരസ് അവർക്ക് കൈമാറി. ഇദ്ദേഹം കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന് അഹ്ലുബൈത്തിന്റെ ഖിദ്മത്തിൽ ഇറങ്ങിയില്ലേ? എന്റെ ചെറുപ്പക്കാരാ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ശിരസ് മറമാടപ്പെട്ടിട്ടുള്ളത് എവിടെയാണെന്നറിയുമോ? കൈറോയിലാണ്. അവിടെ ഇന്ന് വ്യാപകമായി സിയാറത്ത് നടക്കുന്ന സ്ഥലമാണ്. സിയാറത്തു റഅസിൽ ഹുസൈൻ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൈറോയിലാണ്, ഉടല് കൂഫയിലാണ്. ചില ചരിത്രം പറയുന്നത് കൂഫയിൽ നിന്ന് ജന്നത്തുൽ ബഖീയിലേക്ക് നീക്കിയിട്ടുണ്ടെന്നാണ്. ഏതായാലും അവിടുത്തെ ഉടലും ശിരസും 2 സ്ഥലത്താണ്. ആ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വേദനിച്ചതിന്റെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരുടെ വ്യതിജീവനങ്ങളുടെ ചരിത്രമുണ്ട്. ഈ മുഹറത്തിന് എന്തെല്ലാമാണ് ഓർമ്മിക്കാനുള്ളത്? പുതുവർഷം കൂടുതൽ സൽക്കർമ്മ പൂർണ്ണമാകാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുന്ന് പ്രതിജ്ഞ എടുക്കണം. അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ അഹ്ലുബൈത്തിന്റെ ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ എല്ലാ മഹത്തുക്കളുടെയും പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്.